ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മോട്ടിവേഷനൊക്കെ വലിയ തട്ടിപ്പാണെന്ന് പറയുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിലെ വലിയ യാഥാർത്ഥ്യങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യൻ്റെ പെർഫോമൻസും അവന് ലഭിക്കുന്ന മോട്ടിവേഷനും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. മോട്ടിവേഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളൊരു ഹൈ പെർഫോമൻസ് ലെവലിലേക്ക് എത്താത്തത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം, നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതാണ് മോട്ടിവേഷൻ. നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പുറമേ നിന്ന് നമുക്ക് മോട്ടിവേഷൻ ലഭിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രചോദനാത്മകമായ വീഡിയോകൾ കാണുന്നത്, പുസ്തകങ്ങൾ വായിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തുമാത്രം നമ്മൾ പ്രചോദിപ്പിക്കപ്പെടുന്നോ അത്രയും നമ്മുടെ പെർഫോമൻസ് ലെവൽ കൂടും. ഏറ്റവും വലിയ പ്രചോദനം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയാമോ? മാതൃകകളിൽ നിന്നാണ്. നമ്മൾ മനുഷ്യരുടെ ഇടയിൽ മാതൃകകൾക്ക് വേണ്ടി പരതുമ്പോൾ ചിലപ്പോൾ അവരുടെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. പ്രകൃതിയിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണെന്നോ? നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പക്ഷിയാണല്ലേ പരുന്ത്. ഈ പരുന്തിനെ നമ്മളൊന്ന് നിരീക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത് തരുന്ന മാതൃകകൾ നമ്മളെ നന്നായിട്ട് പ്രചോദിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പരുന്ത് എന്ന പക്ഷിയുടെ ചില രീതികളാണ്. ശരിക്കും നമുക്കൊക്കെ ജീവിതത്തിൽ മാതൃകകളായി മാറുന്ന ചില രീതികളാണ്. നമ്മളിങ്ങനെ യൂട്യൂബും ആർട്ടിക്കിൾസും ഒക്കെ നോക്കുമ്പോൾ ഈഗിൾ മെൻറ്റാലിറ്റി എന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. പരുന്തിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട ചില പ്രചോദനങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. 5 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, പരുന്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വളരെ ഉയരത്തിൽ ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു പക്ഷിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ ഒരുപാട് പക്ഷികളെയൊക്കെ കാണാം. തത്തകൾ, കൊക്ക്, പിന്നെ കാക്കയൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ. മീഡിയം ലെവലിൽ ഒരുപാട് പക്ഷികളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി പറക്കുന്നത് കാണാം. പരുന്തെപ്പോഴും ഒറ്റയ്ക്ക്, അത് വളരെ ഉയരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതല്ലേ? ഈ ഉയരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, കൂടെ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് ഭയന്ന് ഉയരത്തിലേക്ക് പോകാത്ത ആളുകളെ നമ്മൾ കാണാറുണ്ട്. കാരണം ഇങ്ങനെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അതൊരു കംഫർട്ട് സോണാണ്. അപ്പോൾ ഉയരത്തിലേക്ക് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകേണ്ടതായിട്ട് വരും. പരുന്ത് അങ്ങനെ ധൈര്യമുള്ള ഒരു പക്ഷിയാണ്, ഉയരങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷി. ഒരിക്കൽ ഞാനിങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്നപ്പോൾ കുറേ തത്തകൾ ചെലവില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ വന്നു. പെട്ടെന്ന് അവർ നിശബ്ദരായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങ് ഉയരെ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പരുന്തിരിപ്പുണ്ട്. അതിനെ കണ്ടിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്ന പരുന്താണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട്, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ചുറ്റുപാടും എന്നെ ഉപദ്രവിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. ഒരിക്കലൊരു യാത്രക്കാരൻ യാത്ര ചെയ്തിങ്ങനെ വിഷമിച്ചു. നല്ല ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ഒരു സത്രം. അപ്പോൾ അയാൾ വിചാരിച്ചു അതിനകത്ത് കയറി ഒന്ന് വിശ്രമിക്കാം. അയാൾ അകത്തേക്ക് കയറി. അതൊരു 4 നിലയുള്ളൊരു കെട്ടിടമാണ് കേട്ടോ. അപ്പോൾ അയാൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറിയപ്പോൾ അവിടെ കുറേ ഭക്ഷണ സാധനങ്ങളും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തിക്കും തിരക്കുമാണ് അവിടെ. അയാൾ വിചാരിച്ചു അടുത്ത നിലയിലേക്ക് പോകാം. അപ്പോൾ അയാൾ സ്റ്റെയർ കേസ് കയറി അടുത്ത നിലയിലെത്തിയപ്പോൾ കുറച്ച് തിക്കും തിരക്കൊക്കെ കുറവുണ്ട്. അയാൾ 3ാമത്തെ നിലയിലേക്ക് കയറി. അപ്പോൾ നല്ല തിരക്ക് കുറവ്. 4ാമത്തെ നിലയിൽ കയറിയപ്പോഴേ അവിടെ ആൾ ഒട്ടുമില്ല. ഇയാൾ സുഖമായിട്ട് അവിടെ ഇരുന്ന് കിടന്ന് വിശ്രമിച്ച് ഭക്ഷണവും വെള്ളമൊക്കെ കഴിച്ച് താഴെ വന്ന് യാത്ര തുടർന്നു. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ അല്ലേ? പലപ്പോഴും ഇങ്ങനെ ഉയരത്തിലേക്ക് പോകാൻ നമുക്ക് എന്തോ ഭയപ്പാടും മടിയൊക്കെ തോന്നും. പക്ഷേ ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ ലെവലാകും. നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. അപ്പോൾ പരുന്ത് മാതൃകയിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത് ഇതാണ്. 2ാമത്തെ കാര്യം, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പർപ്പസ് ഉണ്ടാവും. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം, അതുപോലും ഇല്ലാത്തവർ ചിലരൊക്കെ ഉണ്ടാവാം. പക്ഷെ മിക്കവാറും ആളുകൾക്ക് പർപ്പസ് ഉണ്ടാവും. അതായത് ഒരു ഷോർട്ട് ടേം ഗോൾ, അടുത്ത 2 ദിവസം എന്ത് ചെയ്യണം. പക്ഷെ പലർക്കും വിഷൻ ഉണ്ടാവില്ല. വിഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തിന് ശേഷം ഞാൻ എങ്ങനെ എന്നെ കാണുന്നു എന്നുള്ളൊരു ചിത്രം എത്ര പേരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ പരുന്ത് അടുത്തതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. പരുന്തിന് വിഷൻ ഉണ്ടെന്നാണ് പറയുക. പരുന്ത് പലപ്പോഴും 5 കിലോമീറ്റർ അകലെയുള്ള ഇരകളെയൊക്കെ ഫോക്കസ് ചെയ്താണ് പറക്കാറ്. അതുമാത്രമല്ല, പറക്കുന്നതിനിടയിൽ ഒന്നും പരുന്തിന് ഒരു പ്രതിബന്ധവും സൃഷ്ടിക്കില്ല. ഇരയുടെ വലിപ്പം അതിനെ ഭയപ്പെടുത്തില്ല. അതൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പറന്നെത്തി ആ ഇരയെ പിടിക്കും. അതാണ് പരുന്തിൻ്റെ സ്റ്റൈൽ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തേണ്ടതല്ലേ? ഒരു ലോങ് ടേം വിഷൻ,
ആ വിഷൻ നേടിയെടുക്കാനുള്ള നമ്മുടെ യാത്രയിൽ ഒന്നും നമുക്ക് പ്രതിബന്ധമാകരുത്. അതിൽ വരാവുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ പിന്മാറരുത്. മൂന്നാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഈ പരുന്ത് ശവശരീരങ്ങൾ കഴിക്കാറില്ല. അതിലൂടെ പരുന്ത് നമുക്ക് നൽകുന്ന മാതൃക എന്താണെന്ന് അറിയാമോ? ഈ ഒരു ഇരയെ പിടിച്ചു, അതിൻ്റെ കുറച്ച് ഭാഗം കഴിച്ചു, അത് സൂക്ഷിച്ചു, പിന്നെ 3-4 ദിവസം അത് കഴിച്ച് ജീവിക്കുന്ന മറ്റു മൃഗങ്ങളുമുണ്ട്. ഇവിടെ പരുന്ത് അങ്ങനെ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഈ പാസ്റ്റ് സക്സസ്, എനിക്ക് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഇരയെ പിടിക്കാൻ പറ്റി, അത് വെച്ച് പിന്നീട് അങ്ങോട്ട് മാനേജ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ചെയ്യാറില്ലേ? ചില ആളുകൾ അങ്ങനെ കണ്ടിട്ടില്ലേ? ചിലർ വലിയ വിജയങ്ങളൊക്കെ നേടും, പക്ഷെ ആ വിജയത്തിൻ്റെ തണലിൽ പിന്നെ അങ്ങോട്ട് ജീവിച്ചു പോവുക. ഒരു പാസ്റ്റ് സക്സസ് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ, അത് ശരിയല്ലെന്നാണ് പരുന്ത് നമുക്ക് കാണിച്ചു തരുന്നത്. നാലാമത്തെ കാര്യം, പരുന്ത് കൊടുങ്കാറ്റുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പക്ഷിയാണ്. കൊടുങ്കാറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു പക്ഷി. കൊടുങ്കാറ്റ് വരുമ്പോൾ ബാക്കി പക്ഷികളെല്ലാം പതുങ്ങിയിരിക്കും. പരുന്ത് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? കൊടുങ്കാറ്റിൻ്റെ പ്രഷർ ഉപയോഗിച്ച് വലിയ എനർജി ഒന്നും ഉപയോഗിക്കാതെ അതിങ്ങനെ മുകളിലേക്ക് പോകും. അങ്ങനെ ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പരുന്തിന് വലിയ എനർജി ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്ന പോലെ ഇരിക്കാൻ പറ്റും. ഇതിൽ നിന്നും പരുന്ത് തരുന്ന മാതൃക എന്താ? പ്രതിസന്ധികളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റുക, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക. ഈ കോവിഡ് വന്നപ്പോൾ നമ്മളത് കണ്ടതാണല്ലേ. ചിലർ കോവിഡ് വന്നു എന്നും പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയി. വേറെ ചിലർ അതിലുള്ള അവസരങ്ങൾ കണ്ടെത്തി പഴയ കാര്യങ്ങളൊക്കെ വിട്ട് പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ജീവിതത്തിൽ വളരെയധികം മുന്നോട്ട് പോയി. അപ്പോൾ പരുന്ത് പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? അഞ്ചാമത്തെ കാര്യം വളരെ രസകരമാണ് കേട്ടോ. ഈ പരുന്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70 വർഷമാണ്. 30 വർഷമൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ? പരുന്ത് ഇങ്ങനെ വലിയ ഉയരത്തിലൊക്കെ അല്ലേ ഈ പറക്കുന്നത്. പറന്ന് ചിറകിൻ്റെ ബലമൊക്കെ ക്ഷയിക്കും. പിന്നെ ഇരയെ പിടിച്ച് കൊക്കിൻ്റെ മൂർച്ച കുറയും. പിന്നെ കൂർത്ത നഖങ്ങളല്ലേ പരുന്തിനുള്ളത്, അതിൻ്റെ മൂർച്ച കുറയും. പരുന്ത് വിട്ടുകൊടുക്കില്ല. പരുന്ത് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? പരുന്ത് വളരെ അകലെയുള്ള ചില മലമുകളിലൊക്കെ ചെന്നിട്ട് ഈ തൂവലൊക്കെ അങ്ങോട്ട് പറിച്ചു കളയും. കംപ്ലീറ്റ് തൂവൽ പറിച്ചു കളയും. അത് കഴിയുമ്പോൾ ഈ കൊക്കിൻ്റെ മൂർച്ച കുറഞ്ഞതുകൊണ്ട് അതിനെ പാറപ്പുറത്തിട്ട് അടിച്ചടിച്ച് അതും കളയും. മൂർച്ച കുറഞ്ഞ നഖങ്ങളെയും അത് കളയും. അങ്ങനെ കംപ്ലീറ്റ് ഇത് കളഞ്ഞിട്ട് 5 മാസം കഴിയുമ്പോൾ എല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതൊരു പോക്കാണ്. അങ്ങനെ 70 വയസ്സ് വരെ പരുന്തിന് ജീവിച്ചിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. 30 വർഷക്കാലം കഴിയുമ്പോൾ ചിറകിനൊക്കെ ബലക്ഷയം ഉണ്ടായി, ഇതിൻ്റെയൊക്കെ മൂർച്ച കുറഞ്ഞു. അപ്പോൾ പരുന്തിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഈ സ്ഥിതിയിലാണെങ്കിൽ പരുന്ത് ചത്തുപോകും. 2, നമ്മളിപ്പോൾ കണ്ട സാധ്യത, കാലഹരണപ്പെട്ടതെല്ലാം കളഞ്ഞ് ഫ്രഷായി ജീവിതം തുടരുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കാറുണ്ട്. പരുന്ത് ചെയ്തപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാത്തിനും ബലക്ഷയം വന്നൊന്നും പറഞ്ഞ് അത് കളഞ്ഞിട്ട് പുതിയതൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല. പക്ഷേ പരുന്തിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ചില രീതികൾ, ചില ചിന്തകൾ, ചില വിശ്വാസങ്ങൾ, അതെല്ലാം കളയാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാലഹരണപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കളഞ്ഞ് പുതിയത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതാണ് പരുന്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. 5 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. പരുന്ത് നമുക്ക് മാതൃകയാവുന്ന 5 കാര്യങ്ങൾ. വളരെ ഉയരത്തിലെത്തണമെങ്കിൽ ഒറ്റയ്ക്ക് ധൈര്യത്തോടെ പറക്കണം. 2, ജീവിതത്തിലൊരു വിഷൻ, ഒരു ദീർഘകാല ലക്ഷ്യം. എന്തെങ്കിലും വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖവലയത്തിൽ പിന്നീട് അങ്ങോട്ട് ജീവിക്കാമെന്ന് കരുതരുത്. 4, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക. 5, കാലഹരണപ്പെട്ട കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം തുടരുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സും കൂടി വന്നാൽ എനിക്ക് സന്തോഷമായി. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.